2028 ആകുമ്പോഴേക്കും ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് മോർഗൻ സ്റ്റാലിയുടെ റിപ്പോർട്ട്. അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയാണ് മോർഗൻ സ്റ്റാലി. 2023 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ $3.5 ട്രില്യൺ വളർന്നിരുന്നു. 2026 ആകുമ്പോൾ അത് $4.7 ട്രില്യൺ മാറുമെന്നാണ് മോർഗൻ സ്റ്റാലി പറയുന്നത്. ഇതോടെ US, ചൈന, ജർമ്മനി എന്നിവയ്ക്ക് പിന്നിൽ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറും. 2028 ജർമ്മനിയെ പിന്തള്ളി $5.7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന രീതിയിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നും മോർഗൻ സ്റ്റാലിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. നിലവിലെ രീതിയിൽ വളർച്ച തുടർന്നാൽ 2035 ആകുമ്പോഴേക്കും ഇന്ത്യ $6.6 ട്രില്യൺ എക്കണോമിയായി മാറും. 1990 ഇന്ത്യ ലോകത്തെ 12ാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു. എന്നാൽ 2000 ആയപ്പോഴേക്കും ഇന്ത്യ 13ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2020 ഇന്ത്യ 9ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി കുതിച്ചു കയറി. 2023 ആയപ്പോഴേക്കും ലോകത്തെ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരുന്നു. മോർഗൻ സ്റ്റാലിയുടെ പ്രവചനങ്ങൾ പ്രകാരം 2029 ആകുമ്പോഴേക്കും ആഗോള GDPയുടെ 3.5 മുതൽ 4.5% വരെ ഇന്ത്യയുടെ സംഭാവനയാകും. ജനാധിപത്യം, ജനസംഖ്യ, അടിസ്ഥാന സൗകര്യ വികസനം, സംരംഭങ്ങൾ തുടങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് ഇന്ത്യയുടെ കുതിപ്പിന് ചാലകശക്തിയായി മാറുന്നത്. ഇതുമാത്രമല്ല, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയാകുമെന്നും നിർമ്മാണ മേഖലയാകും ഇന്ത്യൻ GDPയിൽ പ്രധാന പങ്ക് വഹിക്കുകയെന്നും മോർഗൻ സ്റ്റാലിയുടെ റിപ്പോർട്ട് പറയുന്നു.